നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പ്രതിഷേധത്തിന് രാജ്യസഭയും. പാർലമെന്റിന്റെ ഇരുസഭകളിലും BJP സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ നീക്കം. ലോക്സഭാ സമ്മേളനത്തിന് പിന്നാലെ രാജ്യസഭാ സമ്മേളനത്തിന് ഇന്നു തുടക്കമായി. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരായ പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവം ഇരുസഭകളിലും മോദി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ചോദ്യോത്തരവേള നിർത്തിവെച്ച് കർഷക ആത്മഹത്യ ചർച്ച ചെയ്യണമെന്ന് ജനതാ പാർട്ടികൾ. ചരക്ക് സേവന നികുതി ബില്ലും കള്ളപ്പണം തിരിച്ചുപിടിക്കൽ സംബന്ധിച്ച സുപ്രധാന ബില്ലും ഈ സമ്മേളനത്തിൽ. കേരളത്തിൽ നിന്നുള്ള പുതിയ 3 എംപിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. രാജ്യസഭയിലെത്തിയത് വയലാർ രവി, PV അബ്ദുൾ വഹാബ്, KK രാഗേഷ് എന്നിവർ. രാജ്യസഭ ചേരുന്നത് അടുത്ത മാസം 13 വരെ. ആശ്വാസത്തിന് അവസാനം വീണ്ടും യുദ്ധം. യമനിൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ സൗദി സൈന്യത്തിന്റെ ആക്രമണം വീണ്ടും. ഹൂതി വിമതരുടെ തിരിച്ചടി ശക്തമായ സാഹചര്യത്തിലാണ് സൗദി ആക്രമണം രൂക്ഷമാക്കിയത്. വിമത സൈന്യത്തിന്റെ മിസൈലുകളും വെടിക്കോപ്പുകളും നശിപ്പിച്ചുവെന്ന അവകാശവാദത്തിന് ശേഷമാണ് ആക്രമണം അവസാനിപ്പിക്കാൻ സൗദി ഇന്നലെ തീരുമാനമെടുത്തത്. യമനിൽ അശാന്തി വിതച്ചത് ഇറാഖെന്ന് സൗദി. മറ്റു രാജ്യങ്ങളിൽ അധിനിവേശത്തിന് താൽപര്യമില്ല. സഖ്യസേന രൂപീകരിച്ചത് സ്വയരക്ഷയ്ക്കെന്നും സൗദിയുടെ ഔദ്യോഗിക വിശദീകരണം. വ്യോമാക്രമണവും ആഭ്യന്തര യുദ്ധവും രൂക്ഷമായ യമനിൽ നിന്ന് പലായനം ചെയ്തത് ഇന്ത്യക്കാർ അടക്കം ആയിരങ്ങൾ. കളിച്ചത് സർക്കാർ, തോറ്റത് കുട്ടികൾ. ആശങ്കകൾക്ക് അവസാനമാകുന്നില്ല. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനത്തിൽ സർക്കാരിന്റെ കള്ളക്കളി പുറത്ത്. അന്തിമ ഫലം നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് വിശദീകരണം. പ്രസിദ്ധീകരിച്ച ഫലം ഉത്തരക്കടലാസുമായി ഒത്തുനോക്കുന്നത് ഉടൻ പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. 54 മൂല്യനിർണ്ണയ ക്യാമ്പുകളിലെ പുനഃപരിശോധന പൂർത്തിയായി. നിലവിലെ ഫലം വിദ്യാഭ്യാസ വകുപ്പിന്റെയും പരീക്ഷാഭവൻ വെബ്സൈറ്റുകളിൽ നിന്നും നീക്കി. ഗ്രേസ് മാർക്ക്, ഗ്രേഡ് എന്നിവയിലെ പരാതികൾ പരിഹരിച്ചുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. വിജയിച്ച കുട്ടികൾ പരാജയപ്പെടില്ലെന്ന് സർക്കാരിന്റെ ഉറപ്പ്. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. നിസ്സാരമായി കാണുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ്. അട്ടിമറി സാധ്യതയെന്നും മന്ത്രി. IPL-ൽ വിജയസൂര്യൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആവേശപ്പോരിലേക്ക്. മഴക്കളിയിൽ കൊൽക്കത്തയെ 16 റൺസിന് തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന് 2ാം ജയം. കളിയിലെ കേമനായി ഹൈദരാബാദ് നായകൻ ഡേവിഡ് വാർണർ. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 176 റൺസ്. മഴ കളിമുടക്കിയ മത്സരത്തിൽ ജയത്തിന് 16 റൺസ് അകലെ കൊൽക്കത്ത തോൽവി സമ്മതിച്ചു. 2ാം മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിനെ 27 റൺസിന് തോൽപ്പിച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് 4ാം ജയം. അർദ്ധ സെഞ്ചുറി നേടിയ സുരേഷ് റെയ്ന കളിയിലെ കേമൻ. ഇന്ന് ഡൽഹി ഡെയർ ഡെവിൾസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. മത്സരം രാത്രി 8-ന് ഡൽഹിയിൽ. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള മുംബൈക്ക് ഇന്നത്തെ മത്സരം നിർണായകം. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.